ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പോപ്പുലർ ആയിട്ടുള്ള പിടിയും കോഴിക്കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടിയും കോഴിക്കറിയും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പിടി തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ജീരകമൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 അല്ലി വെളുത്തുള്ളിയും 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ചെറുജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള അരിപ്പൊടി നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് അങ്ങ് വറുത്തെടുക്കരുത്. ഈ തേങ്ങ ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് അരിപ്പൊടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു കൂട്ട് പകുതി ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ്. പകുതി മാറ്റി വെക്കാൻ നമുക്കിനി ഇത് ആവശ്യമുണ്ട്. അരിപ്പൊടി കുഴച്ചെടുക്കാൻ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. ബാക്കിയിരിക്കുന്ന വെള്ളം നമുക്ക് പിടി വേവിക്കാനായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് പാകത്തിന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ഇത് കുറേശ്ശെ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, കൂടി പോകും. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനത്തെ മാവെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം എല്ലാം പല സൈസാണ്. ഞാനും മോളും കൂടെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഈ ബോൾസ് വേകാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. നമ്മൾ നേരത്തെ മാവ് കുഴച്ചെടുത്തതിൻ്റെ ബാക്കി വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം കൂടെ ചേർക്കുവാണ്. 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോൾസ് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്തതിൻ്റെ ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കൂടിപ്പോകരുത്. നമ്മൾ മാവിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബോൾസ് എല്ലാം ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വെളിയിൽ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ബോൾസ് നന്നായിട്ട് വെന്ത് വന്നോളും. ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കാം വെന്തോന്നുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പം ഇത് നന്നായിട്ട് കുറുകി വന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ രണ്ടാം പാലൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർക്കുവാണ്. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, ചൂടായിട്ട് വന്നാൽ മതിയാകും. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചൂടായതിന് ശേഷം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതായത് നന്നായിട്ട് ചൂടായിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോഴിക്കറിയുടെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. രണ്ടും കൂടെ ആയാലും ഒരുപാട് ലെന്തായി പോകും വീഡിയോയ്ക്ക്. അത് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.